ഇപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തതെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ എപ്പോഴും സാധനങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ വലിയ സാധനങ്ങളാണ് ചൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു ബുക്കിന് പകരം ഒരുപാട് ബുക്ക് എടുക്കുക. ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് പകരം എനിക്ക് ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ എപ്പോഴും ചെറിയ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരു ചെറിയ ബുക്ക്, പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് പേരായിട്ട് മിങ്കിൾ ചെയ്യുന്നത് ഇഷ്ടമല്ല. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ടേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ രീതികൾ. അപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ടത് മൈക്രോ മാക്രോ ഡിഫറൻസ് ആണ്. അപ്പൊ മാക്രോ എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിനെ മൊത്തത്തിൽ പഠിക്കുന്ന ഒരു പഠനമാണ്. അതായത് എക്കണോമിയിലെ അഗ്രഗേറ്റ്സ് ആയിട്ടുള്ള ഗവൺമെന്റ്, ബാങ്ക്, മണി, ഇവയൊക്കെ കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന പഠനമാണ് മാക്രോ എക്കണോമിക്സ്. എപ്പോഴും വലിയ വലിയ കാര്യങ്ങളെ പറ്റി പഠിക്കുന്നത്, അല്ലെങ്കിൽ എക്കണോമിനെ മൊത്തത്തിൽ പഠിക്കുന്ന പഠനമാണ് നമ്മുടെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ, നമ്മളിപ്പോൾ കണ്ടതാണ് മൈക്രോ എക്കണോമിക്സ്. അതായത് എക്കണോമിയിലെ ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ച് മാത്രം സ്റ്റഡി ചെയ്യുന്ന എക്കണോമിക്സിന്റെ ബ്രാഞ്ചാണ് മൈക്രോ എക്കണോമിക്സ്. അതായത് ഒരു കൺസ്യൂമർ, ഒരു പ്രൊഡ്യൂസർ, ഒരു ഫേം, ഇതുപോലുള്ള ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ച് മാത്രമാണ് മൈക്രോ എക്കണോമിക്സ് സ്റ്റഡി ചെയ്യുന്നത്.